ഹലോ കൂട്ടുകാരെ, ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ എന്നുവെച്ചാൽ നമ്മൾക്കറിയാൻ പറ്റില്ല ഇന്ന് എങ്ങനെയാണ് നാളെ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു എൻ്റെ ഹാർട്ട് എന്നോട് വഴക്കിട്ടു. അപ്പോൾ ഞാനങ്ങനെ സ്വർഗം വരെ പോയി തിരിച്ചു വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ്. എൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് ലോ ആയിപ്പോയി. പിന്നെ ലങ്സിൽ വെള്ളമൊക്കെ കയറി അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു. ഫ്രം റൂം ടു ICU ആൻഡ് ഫ്രം ICU ടു വെൻറ്റിലേറ്റർ. അത്രയും എപ്പിസോഡ് നടന്നു. മരിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ തിരിച്ചു വന്നു. അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ ഹാർട്ട് പമ്പിങ് വളരെ കുറഞ്ഞു പോയി പെട്ടെന്നാണ്. I thought I was a very strong woman, but what you got to do, I realized that now I am not very strong. എനിവേ, അതൊക്കെ തരണം ചെയ്തു. ഞാൻ തിരിച്ചെത്തി. എനിക്ക് കുറച്ചൊരു വിഷമങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു അടി കിട്ടിയപ്പോൾ അതൊരു വലിയൊരു അടിയായി തോന്നി എനിക്ക്. എൻ്റെ ഹാർട്ടിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഹാർട്ട് പമ്പിങ് അങ്ങോട്ട് ലോ ആക്കി കളഞ്ഞു. ആ ലോ ആയ പമ്പിങ്ങിന് കാരണം ഒത്തിരി എപ്പിസോഡിൽ കൂടെ പാസ് ചെയ്യേണ്ടി വന്നു എനിക്ക്. പക്ഷേ ഐ ആം റിയലി ബാക്ക്, ഫുൾ സ്വിങ്, തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ലൈഫ് ഇന്നുണ്ട് നാളെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഏതായാലും ഒരു ചെറിയ ഒരു ബ്രേക്കിന് ശേഷം തിരിച്ച് എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വന്നത്. എനിവേ, ജീവിക്കുന്ന അത്രയോളം കാലം നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും ഉപകാരം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ എൻ്റെ ഹാർട്ട് എന്നോട് പിണങ്ങിപ്പോയത്. പക്ഷേ ബ്ലോക്കൊന്നുമില്ല. പക്ഷേ ഹാർട്ട് ഈസ് എ ബിറ്റ് വീക്ക്. പമ്പിങ് വളരെ ലോ ആയിരുന്നു. ഇപ്പോൾ നോർമലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മെഡിസിനുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്താ പറയുക, റെഗുലറായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ മാറുമായിരിക്കും. പക്ഷേ മെയിൻ തിങ് ഈസ് ടു ബി ഹാപ്പി ആൻഡ് ബി ചിയർഫുൾ സോ ദാറ്റ് മൈ ലൈഫ് വിൽ ബി ബെറ്റർ. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് എപ്പിസോഡ് ഓഫ് ICU ആൻഡ് വെൻറ്റിലേറ്റർ. ഓക്കെ, അവിടെ നിന്നൊക്കെ തിരിച്ചു വരാൻ പറ്റുമെന്ന് മനസ്സിലായി ഇപ്പോൾ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ്. Anyway, keep watching. Thank you.